ഹലോ ഗൈസ്, ഇന്ന് ഒരു ഡ്രോയിങ് വീഡിയോ ആണ്. ഞാൻ കുറേ നാളുകൾക്ക് മുന്നേ എൻ്റെ ഒരു വീഡിയോയിൽ ഈ ഒരു വാട്ടർ കളർ പാഡ് കാണിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ അതാ ഇപ്പോഴാണ് ഇതിനകത്തൊന്ന് പെയിന്റിങ് ചെയ്യാൻ പറ്റിയത്. ഈ കളേഴ്സും ഇത് ചെയ്യാനുള്ള ബുക്കും ബ്രഷും കാര്യങ്ങളും എല്ലാം എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ബ്രദർ ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് വെച്ചിട്ട് പെയിന്റിങ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇത് പെയിന്റ് ചെയ്തെടുക്കാൻ തന്നെ നല്ല സമയം എടുക്കും. നല്ല ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് പെയിന്റിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഒരു കോട്ട് അടിച്ചതിന് ശേഷം അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതിൻ്റെ കൂടെ ഇങ്ങനത്തെ ബ്രഷൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു ശരിയാകുന്നുണ്ടോ എന്നൊക്കെ. ഞാൻ ഇത് ഫസ്റ്റ് ടൈം വരയ്ക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു ഇത് നന്നായിട്ട് കിട്ടുമെന്ന്. എന്തായാലും ഇത് നന്നായിട്ട് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയുക. ഓരോ കോട്ടും അടിച്ചിട്ട് നമ്മൾ അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ അതിന്റെ ഡാർക്കർ ഷെയ്ഡ് പിന്നെയും മേളിൽ കൊടുക്കാൻ പാടുള്ളൂ. ഇതിൽ കാണുന്ന ഒരു ട്രീ വരയ്ക്കാൻ ഭയങ്കര പാടാണ്. കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർ ഇതിലും നന്നായിട്ട് വരയ്ക്കും. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്ന വീഡിയോ ഭയങ്കര സ്പീഡിലാക്കിയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഞാനിത് വരയ്ക്കുന്നത് വളരെ പതിയെ സമയം എടുത്തിട്ടാണ് കേട്ടോ. കുറേ നാളായി ഞാൻ ഇങ്ങനത്തെ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ എൻ്റെ കൈ നന്നായിട്ട് വരയ്ക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി ഞാനിത് വരച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പെയിന്റിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. ബൈ.